ഇവിടെ ആരുമില്ലടാ, ഇറങ്ങി വാടാ. എല്ലാരും ഉള്ളിൽ കയറി ഇരിക്കല്ലേ, ഇറങ്ങി വാടാ അങ്ങോട്ട്. ഞാൻ അല്ലെങ്കിൽ ഈ വീട് ഞാൻ ബുൾഡോസർ വെച്ച് ഞാൻ തകർക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഞാൻ നല്ല പരിചയമുള്ള സൗണ്ട് അല്ല, വിൻസെന്റ് തോമസ് അങ്ങളുടെ സൗണ്ടാ. നീ ആരോടെ കളിക്കണേന്ന് അറിയോ? കൊച്ചു ചെറുക്ക. നീ കൊച്ചു ചെറുക്കനായിട്ട് അഭിനയിക്കാന്ന് എനിക്കറിയാം. നീ തീർന്നടാ. എന്റെ പണവും എന്റെ മോളാണ് നിന്റെ ലക്ഷ്യം. ഈ പടവലവും നെയ്യാറ്റും കരയൊക്കെ ഇതോടെ തവിട് പൊടിയാവും. ആ മെർലിൻ ഇവിടെ വന്നതേ വിവരം കെട്ടവൻ അറിഞ്ഞിട്ടുണ്ട്. ആകെ പ്രശ്നമാവും. മക്കളെ ഒന്ന് സംസാരിക്കേ. ഞാനാ അമ്മൂമ്മയല്ലേ ഈ വീട്ടിലെ ഗൃഹനാഥ, അമ്മൂമ്മയല്ലേ മൂത്ത, അമ്മൂമ്മ സംസാരിക്കും. ഓ ഇപ്പൊ അതൊന്നും നോക്കണ്ട, മക്കളെ ഒന്ന് സംസാരിക്കേ. ഞാൻ അമ്മൂമ്മ പോ. അയ്യോ യാരാച്ചും ഒന്ന് പോങ്ങളേ. ഞാൻ പോവാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. വിളിച്ചോണ്ട വരുന്ന്. ആന്റി ഉണ്ടായിരുന്നാ? ഹായ് ആന്റി. ഹായ് പാറക്കുട്ടി. ആന്റി എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? ബാ നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിരിക്കാം. എനിക്ക് ചായക്ക് മധുരം കുറച്ച് മതി കേട്ടോ. അതൊക്കെ കടയുടെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്യാം. നീ എവിടേക്ക് കയറി പോണത്? വിളിച്ചായിരുന്നു. വിളിച്ച അപ്പനെ കയറി പോ. നീ ഗസ്റ്റ് ആയിട്ടാണോ ഇവിടേക്ക് വന്നേനാ? ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് മാറുന്ന ആ കൈ വിട്ടെ. നീ ഇങ്ങോട്ട് മാറ. ഇവിടക്ക് ഓളെ കേറിപ്പോക്ക്. ഒരു മാറ്റം ഇല്ലല്ലോ ആന്റി. ഇവിടെ വേറെ ആരുമില്ലേ? അഖിലിന് ആരെയാ വേണ്ടേന്ന് പറ. ഈ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്. ആ കൊച്ചു ചെറുക്കൻ എവിടെ? ഏത് കൊച്ചു ചെറുക്കൻ? ഇവിടെ ഇല്ലേ ഒരു പീക്കിരി ചെറുക്കൻ? ഇവിടെ പീക്കിരി ചെറുക്കനൊന്നുമില്ല. ആ പിന്നെ ഒരു പീക്കിരി ഉണ്ട്, എന്റെ മോള് കല്ലു. പക്ഷെ അവൾ ഇവിടെ ഇല്ല, കുഴിപ്പളത്ത. പാവല്ലേ അമ്മൂമ്മ, ചിരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. കളിക്കല്ലേ. എന്റെ മോളെ എവിടെ? അത് കൊള്ളാം. നിങ്ങളുടെ മോളെ ഞങ്ങളുടെ വീട്ടിലാണോ അന്വേഷിക്കുന്നത്? നീ എന്തെങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ബന്ധുക്കളെ വീട്ടിൽ വന്ന പോലെ? നമ്മളെ മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചാൽ ചോക്കരേ നീ? മോളെ ലച്ചു എന്തൊക്കെയുണ്ട് എന്റെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കണം അമ്മേ. എത്ര നാളായി നമ്മള് കണ്ടിട്ട്? ആ കൊറേ കാലമായി. ശിവാനി മോളെ എവിടെ? ശിവാനി ഊട്ടിയിലെ കുതിര സവാരിക്ക് പോയി. ആണോ? എപ്പോ? മേരി, നമ്മുടെ കൊച്ചിനെയാണ് കാണാതെ ആയിരിക്കുന്നത്. മോളെ ലച്ചു ഇന്ന് രാവിലെ മെർലിൻ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിളിച്ചപ്പോഴാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫും. ഒരു വിവരമില്ല. ചിലപ്പോ ഫോണിന്റെ ചാർജ് തീർന്നായിരിക്കും ആന്റി. ആ അതെ അല്ലേ. അതെ, ഇത് ചാർജ് തീർന്നതൊന്നുമല്ല, മനസ്സിലായ? ആ പീക്കിരക്കം പറഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും. എന്റെ മോളെവിടെ? ஐயோ சார், காலையில மெர்லின் இங்க வந்தா, அதுக்கப்புறம் அப்படியே கிளம்பி போயிட்டா. കേട്ടാ, സമ്മതിച്ച്. അപ്പൊ ഇവള് ഇവിടെ തന്നെയുണ്ട്. അവള് ഇവിടെ തന്നെയുണ്ട്. എന്റെ പൊന്നെ, രാവിലെ മെർലിൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാരും കൂടെ 5-10 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തു. അത് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ചേച്ചി, ഞാൻ പോവാന്നും മെർലിൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയി. മോളെ ലച്ചു അവിടെ എല്ലാ ഫ്രണ്ട്സിനെയും കോണ്ടാക്ട് ചെയ്ത് നോക്കി, അവിടെ എങ്ങും എത്തിയിട്ടില്ല. എങ്ങനെ എത്തും? അവള് ഇതിന്റെ ഉള്ളിലല്ലേ ഉള്ളത്. എന്റെ പൊന്നങ്ങളെ, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. മെർലിൻ വന്നിട്ട് ഇവിടെ നിന്ന് പോയി. ആന്റി ഒരു കാര്യം ചെയ്യ്, അങ്ങളെ വിളിച്ചോണ്ട് ഇവിടെ പോവാൻ നോക്കും. കൊച്ചെ, നീ ആരെ അങ്കിളെന്ന് വിളിക്കുന്നത്? ഞാൻ ആരെ അങ്കിളൊന്നുമല്ല. എന്നാലേ മിസ്റ്റർ വിൽസൺ ഗോമസ്, താങ്കൾ ഇവിടെ നിന്ന് ഇറങ്ങി പോണം. അപ്പോ എന്റെ പേര് വിൻസെന്റ് ഗോമസ് എന്ന് വിളിക്കുക അല്ലേ? അങ്കിളെന്നും വിളിക്കാൻ പറ്റില്ല, പേര് വിളിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പിന്നെ എടാ പോടാന്ന് വിളിക്കണോ? ആന്റി ഒന്നും വേണ്ട, അങ്ങളാണെങ്കിൽ പൊക്കോ. അതെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സമൂഹത്തില് വളരെ നിലയും വിലയുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ. ഞാൻ വീണ്ടും പറയണേ, ഇത് സിറ്റുവേഷൻ വീണ്ടും വഷളാകുമേ. എന്റെ മോളെ ഇറക്കി വിടേ. ஐயோ சார், என்ன சொல்றீங்க? உங்க பொண்ணெல்லாம் இங்க இல்ல சார். ഈ സാറിന് വിളിക്കാനായിട്ട് അങ്ങേരെ ആന്റിയുടെ വല്ല സ്കൂളും പഠിപ്പിച്ചിട്ടുണ്ടോ? നീ ചിരിച്ചോണ്ട് നിൽക്കാതെ മോളെ ഇങ്ങോട്ട് വിളിച്ചിറക്കടി. അമ്മ ഓ ആന്റിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി. ആന്റിക്ക് അത്രയ്ക്ക് സംശയമാണെങ്കിൽ ആന്റി ഒരു കാര്യം ചെയ്യ്, ദേ അകത്തേറി നോക്കിക്കോ. താങ്ക് യു. പോന്നു. ആന്റിക്ക് ഡിവോഴ്സ് ചെയ്തുകൂടി?